അമേരിക്കയുടെ F-35 യുദ്ധവിമാനം സ്വന്തമാക്കാൻ റഷ്യയുടെ S-400 മിസൈലുകൾ ഉപേക്ഷിച്ച് തുർക്കി ഗൾഫ് രാജ്യങ്ങൾക്ക് കൈമാറും. കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. നാറ്റോ ഉച്ചകോടിയിൽ ട്രംപ് പങ്കെടുത്തതിന് പിന്നാലെയാണ് തുർക്കിയുടെ അപ്രതീക്ഷിത നീക്കമുണ്ടായിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ തുർക്കിയുടെ പ്രതിരോധ നയത്തിൽ വലിയ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. റഷ്യൻ ആയുധത്തിൽ നിന്ന് അമേരിക്കൻ സാങ്കേതിക വിദ്യയിലേക്ക് കൈമാറുകയും തുർക്കിയുടെ പ്രതിരോധ തന്ത്രം മാറ്റുകയുമാണ് ചെയ്യുന്നത്. അമേരിക്കയുടെ അത്യാധുനിക 5ാം തലമുറ F-35 യുദ്ധവിമാന പദ്ധതിയിലേക്ക് തിരിച്ചെത്താനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് തങ്ങളുടെ കൈവശമുള്ള റഷ്യൻ നിർമ്മിത S-400 വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വിൽക്കാൻ തുർക്കി ഇപ്പോൾ ഒരുങ്ങുന്നതായി തന്നെ സൂചിപ്പിക്കുന്നത്. ഒരു ഗൾഫ് രാജ്യത്തിന്റെ S-400 കൈമാറുന്നതിനുള്ള ധാരണ ഇവിടെ അങ്കാറയിൽ എത്തിയതായി തന്നെയാണ് സൂചനകൾ പുറത്തുവരുന്നത്. മാത്രമല്ല, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനോ ഖത്തറിനോ ആയിരിക്കും ഈ സംവിധാനം കൈമാറുക എന്നതാണ് വിവരം. അമേരിക്കൻ ഉപരോധങ്ങൾക്ക് കാരണമായിരുന്ന S-400 സംവിധാനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് വീണ്ടും പാശ്ചാത്യ പ്രതിരോധ സഖ്യത്തിന്റെ കേന്ദ്രത്തിലേക്ക് മടങ്ങാനുള്ള തുർക്കിയുടെ വലിയ തന്ത്രപ്രധാനമായ നീക്കമാണ് ഇവിടെ പ്രതിരോധ വിദഗ്ധർ ഇതിനെ അടയാളപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ നാറ്റോ ഉച്ചകോടിക്കിടെ തന്നെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ തുർക്കിക്ക് മേലുള്ള പ്രതിരോധ നയതന്ത്രങ്ങൾ പുനഃസ്ഥാപിക്കുമെന്നും F-35 പദ്ധതിയിലേക്ക് തിരിച്ചെത്താനുള്ള സാധ്യത തുറന്നു വെച്ചു എന്നതാണ് ഈ അപ്രതീക്ഷിത നയതന്ത്ര നീക്കത്തിന് പിന്നിലെ പ്രധാന കാരണമായി തന്നെ പറയുന്നത്. റഷ്യ ആകട്ടെ, അതായത് റഷ്യയുടെ S-400ഉം അമേരിക്കൻ F-35ഉം ഒരുമിച്ച് ഉപയോഗിക്കുന്നത് സുരക്ഷാ ഭീഷണിയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 2019 അമേരിക്ക തുർക്കിയെ F-35 പദ്ധതിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തതാണ്. ഇപ്പോഴാകട്ടെ S-400 വിൽക്കാനുള്ള തീരുമാനം യാഥാർത്ഥ്യമായാൽ അത് പാശ്ചാത്യ അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലെയും നാറ്റോ സഖ്യത്തിന്റെയും ശക്തി സമവാക്യങ്ങളിൽ നിർണായക മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. റഷ്യയിൽ നിന്ന് 2017 ഏകദേശം $2.5 ബില്യൺ ചിലവഴിച്ചുകൊണ്ടാണ് തുർക്കി S-400 മിസൈലുകൾ വാങ്ങിയത്. തുടർന്ന് 2019 ഇതിന്റെ ആദ്യ ബാച്ച് രാജ്യത്ത് എത്തിയതോടുകൂടി തന്നെ നാറ്റോ സഖ്യകക്ഷിയായ തുർക്കിയെ അമേരിക്ക തങ്ങളുടെ F-35 യുദ്ധവിമാന നിർമ്മാണ കൂട്ടായ്മയിൽ നിന്ന് പുറത്താക്കുകയും കടുത്ത സാമ്പത്തിക പ്രതിരോധ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. S-400 റഡാറുകൾ F-35 വിമാനങ്ങളുടെ അദൃശ്യ സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ ചോർത്താൻ റഷ്യ സഹായിക്കുമെന്നതായിരുന്നു അമേരിക്കയുടെ പ്രധാന ആശങ്ക. എന്നാൽ അമേരിക്കൻ ഉപരോധങ്ങൾ നീക്കണമെങ്കിൽ തുർക്കിയുടെ പക്കൽ ഈ റഷ്യൻ സംവിധാനം ഉണ്ടാകരുത് എന്ന നിയമപരമായ നിബന്ധന നിലവിലുണ്ട്. ഈ സാഹചര്യത്തിലാണ് തുർക്കി പ്രസിഡന്റ് ആകട്ടെ ഇപ്പോൾ ഈ മിസൈലുകളാകട്ടെ ഒരു ഗൾഫ് രാജ്യത്തിന് മറച്ചു വിൽക്കാൻ തയ്യാറായിരിക്കുന്നത്. എന്നാൽ റഷ്യൻ കരാർ പ്രകാരം ഈ ആയുധങ്ങൾ മറ്റൊരു രാജ്യത്തിന് കൈമാറണമെങ്കിൽ മോസ്കോയുടെ പ്രത്യേക അനുമതി ആവശ്യമാണ്. ഈ നീക്കത്തെക്കുറിച്ച് തുർക്കി റഷ്യയുമായി ചർച്ച തുടരുകയാണ് എന്നതാണ് ഇപ്പോൾ ക്രെംലിൻ വക്താവായ ദിമിത്രി പെസ്കോവ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒരു കരാറിലൂടെ തന്നെ തുർക്കിക്ക് 3-0 എന്ന വലിയൊരു നയതന്ത്ര വിജയമാണ് ലഭിക്കാൻ പോകുന്നതെന്നും തുർക്കി മാധ്യമങ്ങൾ ഇവിടെ വ്യക്തമാക്കുന്നു. ഒന്നാമതായി തന്നെ വർഷങ്ങളായി തങ്ങളുടെ പ്രതിരോധ മേഖലയെ ശ്വാസം മുട്ടിച്ച അമേരിക്കൻ ഉപരോധങ്ങളിൽ നിന്ന് തുർക്കിക്ക് പൂർണ്ണ മോചനം ലഭിക്കും. രണ്ടാമതായി തന്നെ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഖാൻ എന്ന 5ാം തലമുറ യുദ്ധവിമാനത്തിന് ആവശ്യമായ F-10 ജെറ്റ് എഞ്ചിനുകൾ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാനുള്ള അനുമതിയും ഇതിലൂടെ തുർക്കിക്ക് ലഭ്യമാകും. മൂന്നാമതായി തന്നെ മുൻപ് അവിടെ മുടങ്ങിപ്പോയ F-35 യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കാനുള്ള വഴി വീണ്ടും തുറക്കപ്പെടും എന്നതാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.